സോഷ്യൽ മീഡിയയിലെ ചതിക്കുഴികളെക്കുറിച്ച് മാതാപിതാക്കളും അധ്യാപകരുമെല്ലാം പിള്ളേരെ ഉപദേശിക്കാറുണ്ടല്ലേ. ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഉപയോഗിക്കുന്ന കുട്ടികൾ പലപ്പോഴും അതിലെ അപകടങ്ങളെക്കുറിച്ച് ചിന്തിക്കാറില്ല. ഒരിക്കൽ പോലും നേരിൽ കാണാത്ത കൂട്ടുകാരനുമായി ചാറ്റിങ്ങിലൂടെ സൗഹൃദം തുടങ്ങുന്ന പെൺകുട്ടികൾ പതിയെ പതിയെ അയാളുടെ വലയിൽ കുടുങ്ങാം. പ്രത്യേകിച്ച് കൗമാരപ്രായത്തിലെ കൗതുകങ്ങളാണ് പുതിയ തലമുറയെ പ്രണയച്ചതിയിൽ വീഴ്ത്തുന്നത്. പിന്നീട് ലൈംഗിക ചൂഷണത്തിന് വരെയും അവർ ഇരകളാകാം. സ്വന്തം സ്വകാര്യ ദൃശ്യങ്ങൾ കാമുകന് അയച്ചു കൊടുക്കുന്ന കുട്ടികളുമുണ്ട്. പത്തനംതിട്ട കോന്നിയിൽ 28കാരനുമായി ഇൻസ്റ്റഗ്രാമിലൂടെ സൗഹൃദത്തിലായ ഒരു +1 വിദ്യാർത്ഥിനിയുടെ കഥ എല്ലാവർക്കും പാഠമാകേണ്ടതാണ്. പെൺകുട്ടിയുടെ നഗ്നദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി കാമുകനും കൂട്ടുകാരനും ചേർന്ന് അവളെ ലൈംഗികമായി ചൂഷണം ചെയ്തു. ഇതോടൊപ്പം മഞ്ചേരിയിൽ 5ാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച ഓട്ടോ ഡ്രൈവറുടെ ക്രൂരതയും മാട്രിമോണിയൽ സൈറ്റുകളിലെ ചതിക്കുഴികളും ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ചെറിയ പ്രായത്തിൽ മക്കൾ സ്കൂളിൽ പോയി വീട്ടിൽ മടങ്ങിയെത്തുമ്പോൾ മാതാപിതാക്കളോട് കുറേ വിശേഷങ്ങൾ പറയാറുണ്ടല്ലേ. അവർ അല്പം കൂടി മുതിർന്ന് കൗമാരക്കാരായാലോ പിന്നെ കൂട്ടുകാരും സോഷ്യൽ മീഡിയയും ഒക്കെയാണ് അവരുടെ ലോകം. അവിടെ ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികൾ കുട്ടികൾ മനസ്സിലാക്കാറില്ല. പത്തനംതിട്ട കോന്നിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ വശീകരിച്ച് കാമുകനും സുഹൃത്തും ചേർന്ന് പീഡിപ്പിച്ച കേസ് ഞെട്ടലോടെയാണ് കേട്ടത്. +1 വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച 28കാരൻ നഗ്നദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി കൂട്ടുകാരനും അയച്ചു കൊടുത്തു. പിന്നീട് ആ ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി സുഹൃത്തും അവളെ ലൈംഗികമായി ചൂഷണം ചെയ്തു. കേസിൽ 2 യുവാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കോന്നി തണ്ണിത്തോട് സ്വദേശികളായ അനന്തു, അഭിജിത്ത് എന്നിവരാണ് പിടിയിലായത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രണയം നടിച്ച് വശീകരിച്ച് അനന്തവും അഭിജിത്തും ചേർന്ന് പീഡിപ്പിച്ചെന്നാണ് കേസ്. കോട്ടയം വെള്ളപ്പാറയിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു ഇരുവരും. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പ്രണയം നടിച്ച് വശീകരിച്ച അഭിജിത്ത് ആദ്യം പത്തനംതിട്ടയിലെ ലോഡ്ജിലെത്തിച്ച് പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി സുഹൃത്തായ അനന്തുവിന് അയച്ചു കൊടുക്കുകയും ചെയ്തു. തുടർന്ന് ഈ ദൃശ്യങ്ങൾ പെൺകുട്ടിക്ക് വാട്സാപ്പിൽ അയച്ചു കൊടുത്ത് ഭീഷണിപ്പെടുത്തിയാണ് അഭിജിത്തിന്റെ സുഹൃത്തായ അനന്തു പെൺകുട്ടിയെ പൂങ്കാവിലുള്ള വാടക വീട്ടിലെത്തിച്ച് പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തത്. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത കോന്നി പോലീസ് അനന്തുവിനെ കോട്ടയത്തെ വാടക വീട്ടിൽ നിന്നും അഭിജിത്തിനെ എറണാകുളത്തു നിന്നുമാണ് പിടികൂടിയത്. SHO രാജഗോപാൽ, SI ശ്യാം, പോലീസ് ഉദ്യോഗസ്ഥനായ സൈഫുദ്ദീൻ, അഭിലാഷ്, അമൽ എന്നിവരടങ്ങിയ പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പത്തനംതിട്ട. ഈ ലോകത്തെ ചതിക്കുഴികളെക്കുറിച്ച് മാതാപിതാക്കൾ മക്കളോട് സംസാരിക്കാറുണ്ടോ? സൗഹൃദങ്ങളുടെയും പ്രണയത്തിൻ്റെയും മറവിലുള്ള കെണികളെക്കുറിച്ച് മാത്രമല്ല, അപരിചിതരായ ആളുകളും അയൽവാസികളുമൊക്കെ വിളിച്ചാൽ ഒപ്പം പോകരുതെന്ന് കുട്ടികളോട് പറയണം. ഇനി എന്തെങ്കിലും അബദ്ധം സംഭവിച്ചാൽ അക്കാര്യം വീട്ടിലറിയിക്കാനുള്ള സാഹചര്യം ഒരുക്കണം. മലപ്പുറം മഞ്ചേരിയിൽ 5ാം ക്ലാസ്സുകാരിയെ അയൽവാസിയായ ഓട്ടോ ഡ്രൈവർ ലൈംഗികമായി പീഡിപ്പിച്ചത് സ്കൂൾ വിട്ടുവരുന്ന വഴിയാണ്. എന്നാൽ അതേക്കുറിച്ച് ഭയം കാരണം അവൾ വീട്ടിൽ പറഞ്ഞില്ല. പിന്നീട് സ്കൂളിലെ കൗൺസിലിങ്ങിലാണ് പീഡന വിവരം പുറത്തു വന്നത്. കേസിൽ മഞ്ചേരി സ്വദേശി സുബൈറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പലപ്പോഴായി പലയിടങ്ങളിൽ കൊണ്ടുപോയി കുട്ടിയെ ബലാത്സംഗം ചെയ്തെന്നാണ് കേസ്. മഞ്ചേരിയിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ പലപ്പോഴായി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഓട്ടോ ഡ്രൈവറായ യുവാവിനെ മഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. മഞ്ചേരി മുട്ടിപ്പാലം ഉള്ളാടംകുന്ന് സ്വദേശി
കാരോട്ടിൽ സുബൈർ എന്ന 41-കാരനാണ് അറസ്റ്റിലായത്. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോയ വിദ്യാർത്ഥിനിയെ ഓട്ടോയിൽ കയറ്റി പല സ്ഥലത്ത് വെച്ച് പീഡിപ്പിച്ചെന്നാണ് കേസ്. സ്കൂളിൽ നടത്തിയ കൗൺസിലിംഗിനിടെയാണ് കുട്ടി പീഡന വിവരം വെളിപ്പെടുത്തിയത്. 2025 സെപ്റ്റംബർ മുതൽ 2026 ഫെബ്രുവരി 17 വരെയുള്ള കാലയളവിലാണ് കേസിനാസ്പദമായ സംഭവം. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങിയ പെൺകുട്ടിയെ ഓട്ടോയിൽ കയറ്റി ആനക്കയം, പാണായി തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിലെത്തിച്ച് പീഡിപ്പിച്ചെന്നാണ് കേസ്. കൗൺസിലിംഗിൽ കുട്ടി പീഡന വിവരം വെളിപ്പെടുത്തിയതിനെ തുടർന്ന് സ്കൂൾ അധികൃതർ ചൈൽഡ് ലൈൻ മുഖേന പോലീസിനെ അറിയിക്കുകയായിരുന്നു. മഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ വി പ്രതാപ് കുമാറാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. മഞ്ചേരി പോക്സോ സ്പെഷ്യൽ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 തിരൂർ. കാസർഗോഡ് നാൽത്തടുക്കയിലെ ജസീല എന്ന യുവതിയുടെ ആത്മഹത്യക്ക് ആരാണ് ഉത്തരവാദി? മോഷണക്കുറ്റം ആരോപിച്ചതിനെ തുടർന്ന് യുവതി ജീവനൊടുക്കിയ സംഭവത്തിൽ ഉത്തരം കിട്ടാത്ത പല ചോദ്യങ്ങളുമുണ്ട്. ആൺസുഹൃത്തിൻ്റെ വീട്ടിൽ യഥാർത്ഥത്തിൽ മോഷണം നടന്നിട്ടുണ്ടോ? ജസീലയെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചതാണോ? യുവതിയുടെ സുഹൃത്തിനെയും കുടുംബത്തെയും ഉൾപ്പെടെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. ജീവനൊടുക്കുന്നതിന് മുൻപ് ജസീല പുറത്തുവിട്ട വീഡിയോയിൽ ഭർത്താവിനും ഭർത്തൃമാതാവിനും ആദൂർ പോലീസിനുമെതിരെ ഗുരുതര ആരോപണമാണ് ഉന്നയിച്ചത്. സ്വർണം മോഷ്ടിച്ചെന്ന ആരോപണത്തെ തുടർന്ന് നാലത്തടുക്ക സ്വദേശി ജസീല ജീവനൊടുക്കിയ സംഭവത്തിൽ നിർണായക നീക്കങ്ങളുമായി വിദ്യാനഗർ പോലീസ് ജസീലയുടെ ആൺ സുഹൃത്തിനെ വിശദമായി ചോദ്യം ചെയ്യും. ഇയാളുടെ മാതാപിതാക്കളെയും ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു. ഇവരാണ് ജസീലയ്ക്കെതിരെ ആദൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നത്. 9.5 പവൻ സ്വർണം കാണാതായെന്നും ജസീലയാണ് സ്വർണം മോഷ്ടിച്ചതെന്ന് സംശയമുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാതി. എന്നാൽ സംഭവത്തിൽ ജസീലയെ ചോദ്യം ചെയ്തതിൽ തെളിവുകളൊന്നും കണ്ടെത്താനായിരുന്നില്ല. ആൺ സുഹൃത്തിനെയും കുടുംബത്തെയും ചോദ്യം ചെയ്യുന്നതോടെ സംഭവത്തിൽ ദുരൂഹത ചുരുളഴിയുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ജീവനൊടുക്കുന്നതിന് മുൻപ് ജസീല പുറത്തുവിട്ട വീഡിയോയിൽ ആദൂർ പോലീസിനെതിരെയും ഗുരുതര ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മാൻ്റെ ഗോൾഡ് മിസ്സായി, അത് ഞാൻ എടുത്തുന്നാ പറയുന്നത്. ഞാൻ എടുത്തിട്ട് പോലും കറിയത്ത് പോലും അങ്ങനത്തെ ഒരു സ്വർണ്ണം ഉള്ളത് പോലും എൻ്റെ പേരിൽ എന്തൊക്കെയോ ഞാൻ ഏതൊക്കെ ചെക്കന്മാരൊക്കെ കോഴിക്കോട് ഒരു റൂം എടുത്തിട്ട് അങ്ങനെ എന്തൊക്കെയോ ആരോപണം പറഞ്ഞു നടക്കുക. അവർ എൻ്റെ സത്യം ആരും വിശ്വസിക്കുന്നില്ല. ഞാൻ റിട്ടേൺ കംപ്ലൈൻറ്റ് എടുക്കാമെന്ന് വിചാരിച്ചാൽ ആദൂർ പോലീസ് സ്റ്റേഷനിലത്തെ ആൾക്കാർ അതിന് സമ്മതിക്കണമില്ല. അവർ നിന്റെ ഭാഗത്ത് തന്നെ പോയിട്ടെന്ന് പറഞ്ഞിട്ട് എന്നെ റിട്ടേൺ കംപ്ലൈൻറ്റ് എടുക്കാൻ വരെ സമ്മതിക്കണില്ല. ഇത് സംബന്ധിച്ചും അന്വേഷണം ഉണ്ടാകും. ജസീലയുടെ സഹോദരൻ മുഹമ്മദ് അനാസിന്റെ പരാതിയിൽ വിദ്യാനഗർ പോലീസാണ് കേസെടുത്തത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് വിദ്യാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ നാലത്തടുക്കയിലെ തന്റെ സ്വന്തം വീട്ടിൽ എലിവിഷം കഴിച്ച് ജസീല ജീവനൊടുക്കാൻ ശ്രമിച്ചത്. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ജസീല വെള്ളിയാഴ്ച രാത്രിയോടെയാണ് മരണപ്പെട്ടത്. മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി ജസീലയുടെ മരണമൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കെ വി ബൈജു, ന്യൂസ് 18 കാസർഗോഡ്. ക്രിമിനൽ സംഘങ്ങൾ പോലീസ് യൂണിഫോമിലെത്തി തട്ടിക്കൊണ്ടുപോകുന്നതും ആക്രമിക്കുന്നതുമൊക്കെ ചില സിനിമകളിൽ കണ്ടിട്ടുണ്ട്. കാസർഗോഡ് മഞ്ചേശ്വരത്ത് സിനിമാ സ്റ്റൈലിൽ മധ്യവയസ്കനെ തട്ടിക്കൊണ്ടുപോയ സംഭവമുണ്ടായി. പാവൂരിലെ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന അബ്ദുൾ റഹ്മാനെയാണ് വെള്ളിയാഴ്ച രാത്രി ഒരു സംഘം കാറിൽ കയറ്റിക്കൊണ്ടുപോയത്. എന്നാൽ അക്രമികളെ പിന്തുടർന്ന പോലീസ് മധ്യവയസ്കനെ സാഹസികമായി രക്ഷപ്പെടുത്തി.
സംഭവവുമായി ബന്ധപ്പെട്ട് മുഖ്യ സൂത്രധാരൻ ഉൾപ്പെടെ 4 പേരെ അറസ്റ്റ് ചെയ്തു. പണമിടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിന് കലാശിച്ചതെന്നാണ് സൂചന. മഞ്ചേശ്വരം പാവൂരിൽ നിന്നും മധ്യവയസ്കനെ ഒരു സംഘം സിനിമാ സ്റ്റൈലിൽ വീട്ടിൽ നിന്നും തട്ടിക്കൊണ്ടുപോയി. സംഘത്തെ പിന്തുടർന്ന മഞ്ചേശ്വരം പോലീസ് ഇയാളെ സാഹസികമായി രക്ഷപ്പെടുത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് സംഘാംഗങ്ങളായ 4 പേരെ അറസ്റ്റ് ചെയ്തു. പാവൂർ കുണ്ടാപ്പുലെ അബ്ദുൽ ഗഫൂർ, മച്ചമ്പാടിയിലെ അബൂബക്കർ അനസ്, കയർക്കട്ടയിലെ മുഹമ്മദ് സിയാബ്, കർണാടക ബണ്ട്വാലിലെ മുഹമ്മദ് റഫീഖ് എന്നിവരെയാണ് മഞ്ചേശ്വരം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പി അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കർണാടകയിൽ നിന്നും കസ്റ്റഡിയിലെടുത്തത്. പാവൂർ കൊമ്പുംകുഴിയിൽ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന അബ്ദുൾ റഹ്മാനെയാണ് വെള്ളിയാഴ്ച രാത്രി സിനിമാ സ്റ്റൈലിൽ സംഘം തട്ടിക്കൊണ്ടുപോയത്. പോലീസ് യൂണിഫോംധാരികളും ഒരു സ്ത്രീയും ഉൾപ്പെടുന്ന സംഘമാണ് തട്ടിക്കൊണ്ടുപോയത്. സംഭവത്തിൽ അബ്ദുൾ റഹ്മാന്റെ ഭാര്യ താഹിറുടെ പരാതിയിൽ മഞ്ചേശ്വരം പോലീസ് അന്വേഷണം നടത്തുകയും സംഘത്തെ പിന്തുടർന്ന് അതിസാഹസികമായി പിടികൂടുകയുമായിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അബ്ദുൾ റഹ്മാന്റെ മകന്റെ കച്ചവടത്തിന് വേണ്ടി പ്രതികളിൽ ഒരാളായ അബ്ദുൽ ഗഫൂറിന്റെ സഹോദരിയുടെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിച്ചിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞിട്ടും തിരിച്ചു നൽകാത്തതിനെ തുടർന്ന് പ്രതികൾ ആസൂത്രണം നടത്തി അബ്ദുൾ റഹ്മാനെ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. മൈസൂരുവിലേക്കാണ് തട്ടിക്കൊണ്ടുപോയതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. ഇവിടെ നിന്നും തിരിച്ചു വരവെയാണ് സംഘത്തെ പോലീസ് പിടികൂടുകയും അബ്ദുൾ റഹ്മാനെ രക്ഷപ്പെടുത്തുകയും ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കാസർഗോഡ്. രാത്രിയും പുലർച്ചെയും ജോലിക്കും വ്യായാമത്തിനുമൊക്കെ പുറത്തിറങ്ങി നടക്കുന്ന സ്ത്രീകളുടെ ശ്രദ്ധയ്ക്ക് ക്രിമിനൽ സംഘങ്ങളും മോഷ്ടാക്കളും ഇരുട്ടിന്റെ മറവിൽ പലയിടത്തും പതിയിരിക്കുന്നുണ്ട്. തക്കം കിട്ടിയാൽ അവർ നിങ്ങളെ ആക്രമിക്കാം. അതുകൊണ്ട് തന്നെ തനിച്ച് സഞ്ചരിക്കുമ്പോൾ അതീവ ജാഗ്രത വേണം. പാലക്കാട് തൃത്താല കുമ്പിടിയിൽ യുവതികൾക്ക് നേരെ ആക്രമണമുണ്ടായത് പുലർച്ചെ ജോലിക്ക് പോകുന്ന സമയത്താണ്. മുഖം മറച്ചെത്തിയ അജ്ഞാതൻ യുവതികളെ ആയുധം കൊണ്ട് ക്രൂരമായി ആക്രമിക്കുകയായിരുന്നു. സംഭവത്തിൽ തൃത്താല പോലീസ് കേസെടുത്ത് പ്രതിക്ക് വേണ്ടിയ അന്വേഷണം ആരംഭിച്ചു. തൃത്താല കുമ്പിടിയിൽ രാവിലെ 6 മണിയോടെയായിരുന്നു സംഭവം. കുമ്പിടിയിലെ സ്വകാര്യ ക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന യുവതികൾക്കാണ് മർദ്ദനമേറ്റത്. ക്ലിനിക്കിന് സമീപമുള്ള വാടക വീട്ടിൽ നിന്ന് ജോലിക്കായി പുറപ്പെട്ടപ്പോഴാണ് അജ്ഞാതൻ പിന്നാലെ എത്തി ചുറ്റിക പോലെയുള്ള ആയുധം കൊണ്ട് തലയിൽ മർദ്ദിച്ചത്. അക്രമി മുഖം തുണികൊണ്ട് മറച്ച നിലയിലായിരുന്നുവെന്നാണ് യുവതികൾ പറയുന്നത്. സംഭവം നടന്ന സ്ഥലത്തിനടുത്ത് CCTV ക്യാമറ ഉണ്ടായിരുന്നുവെങ്കിലും അത് ബക്കറ്റ് കൊണ്ട് മൂടിയ നിലയിലായിരുന്നു. സംഭവത്തിൽ യുവതികളുടെ പരാതിയിൽ തൃത്താല പോലീസ് കേസെടുത്തു. പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയ യുവതികളുടെ മൊഴിയും തൃത്താല പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സംഭവത്തിൽ പ്രതികളെ കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 പാലക്കാട്. ഉപജീവന മാർഗം തേടിയാണ് പലരും രാത്രിയിൽ ഉറക്കം വിളിച്ച് തട്ടുകടകളും ഹോട്ടലുകളും ഒക്കെ നടത്തുന്നത്. പല വെല്ലുവിളികളും ഭീഷണികളും നേരിടേണ്ട സാഹചര്യമുണ്ടാകാം. രാത്രി സമയങ്ങളിൽ കടയിലെത്തുന്ന ക്രിമിനൽ സംഘങ്ങളെയും ലഹരി മാഫിയയും പേടിക്കണം. ചിലർ ഭക്ഷണം കഴിച്ചാൽ പണം പോലും നൽകില്ല. എറണാകുളം തൃക്കാക്കരയിൽ കഴിഞ്ഞ രാത്രി തട്ടുകടയിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചത് യുവാക്കളുടെ സംഘമാണ്. ഭക്ഷണം കഴിച്ചതിൻ്റെ പണം ചോദിച്ചതിനാണ് കടവുടമയെയും ജീവനക്കാരനെയും ക്രൂരമായി മർദ്ദിച്ചത്. ആക്രമണത്തിൽ കാക്കനാട് സ്വദേശി തൻസിൽ, ജീവനക്കാരനായ അസം സ്വദേശി അബ്ബാസ് എന്നിവർക്ക് സാരമായ പരിക്കേറ്റു. സംഭവത്തിൽ 3 യുവാക്കൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്.
പതിവായി കടയിലെത്തി ചെറുകടികളും ചായയും കുടിച്ച ശേഷം മുങ്ങുന്ന മൂവർ സംഘത്തെ കൈയോടെ പൊക്കിയതാണ് പിന്നീടുള്ള ആക്രമണത്തിലേക്ക് നീങ്ങിയത്. ഞായറാഴ്ചയായതിനാൽ കഴിഞ്ഞ ദിവസം കടയിൽ തിരക്ക് കുറവായിരുന്നു. പതിവ് പോലെ ഇവർ ഭക്ഷണം കഴിച്ച് ബില്ല് കൊടുക്കാതെ പോകാൻ ശ്രമിച്ചത് കടയുടമ തൻസിൽ ചോദ്യം ചെയ്തു. ഇതിൽ പ്രകോപിതരായ യുവാക്കൾ ആദ്യം ജീവനക്കാരനെ മർദ്ദിച്ചു. പിന്നീട് ഒരാളെ കൂടി കൂട്ടി വന്ന ശേഷം തൻസിലിൻ്റെ മുഖത്തും മൂക്കിനും ചെവിക്കും ഇടിക്കുകയായിരുന്നുവെന്നാണ് പരാതി. ഇവർ കാക്കനാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ 3 പേരെ തൃക്കാക്കര പോലീസ് അറസ്റ്റ് ചെയ്തു. ആഷിഖ്, ശ്രീശാന്ത്, ആസാദ് എന്നിവരാണ് പിടിയിലായത്. അക്രമത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോയെന്നും പോലീസ് പരിശോധിക്കുകയാണ്. കച്ചവടക്കാർക്ക് സംരക്ഷണം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തൃക്കാക്കരയിലെ ഹോട്ടൽ ഉടമകളും മറ്റും പ്രതിഷേധവുമായി പോലീസ് സ്റ്റേഷന് മുന്നിലെത്തിയിരുന്നു. കൊച്ചി. കോളേജുകളിൽ ഒരു അധ്യയന വർഷം തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും വിദ്യാർത്ഥികൾ തമ്മിൽ അടിയോ സംഘർഷമോ പതിവ് കാഴ്ചകളാണ്. റാഗിങ്ങിൻ്റെ പേരിൽ സീനിയർ വിദ്യാർത്ഥികൾ ഭീഷണിപ്പെടുത്തുന്നതും ആക്രമിക്കുന്നതും 1 വർഷത്തോളം മനസ്സിൽ പകയായി സൂക്ഷിക്കുന്ന ജൂനിയേഴ്സുണ്ട്. പിന്നീട് കോളേജ് ഡേക്കോ മറ്റേതെങ്കിലും ആഘോഷത്തിനോ ആയിരിക്കും കണക്ക് ചോദിക്കുന്നത്. പാലക്കാട് മണ്ണാർക്കാട് കോളേജിൽ ജൂനിയർ വിദ്യാർത്ഥിക്ക് നേരെ നടന്ന മർദ്ദനത്തിന് കാരണം റാഗിങ്ങിൻ്റെ പേരിലുള്ള വൈരാഗ്യമാണ്. കേസിൽ സീനിയർ വിദ്യാർത്ഥിയായ റിസ്വാനെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ ഉൾപ്പെട്ട കൂടുതൽ പേർക്ക് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാണ്. ഇക്കഴിഞ്ഞ 18-ന് കോളേജ് ഡേ പരിപാടിക്കിടെയാണ് മർദ്ദനമുണ്ടായത്. മണ്ണാർക്കാട്ടെ നജാത്ത് കോളേജിലെ 1ാം വർഷ വിദ്യാർത്ഥിയും ചിറക്കൽപ്പടി സ്വദേശിയുമായ അൻസിലിനാണ് മർദ്ദനമേറ്റത്. തലയ്ക്കും മുഖത്തുമാണ് പരിക്കേറ്റത്. ഷർട്ടിന്റെ ബട്ടൺ ധരിക്കാൻ പറഞ്ഞ് സീനിയർ വിദ്യാർത്ഥികൾ 20 ദിവസം മുൻപ് അൻസിലിനെ റാഗിംഗ് ചെയ്തിരുന്നു. ഇത് ചോദ്യം ചെയ്തതിലെ വൈരാഗ്യമാണ് ആക്രമണത്തിലേക്ക് നയിച്ചത്. സുഹൃത്തിനൊപ്പം പരിപാടി കാണാനെത്തിയ അൻസിലിനെ 3ഓളം സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിക്കുകയായിരുന്നു. ഇതിലൊരു വിദ്യാർത്ഥി ഇടിവള ഉപയോഗിച്ച് തന്റെ മുഖത്ത് മർദ്ദിച്ചെന്ന് അൻസിൽ പറയുന്നു. പരിപാടിന്റെ ഇടയിൽ നിന്ന് മേലക്കുമ്പോൾ വിളിച്ചിട്ട് ബട്ടൺസ് ഇടാൻ പറഞ്ഞു. ബട്ടൺസ് ഇടാൻ ഞങ്ങൾ റാഗിംഗ് ആണ് ചോദിച്ചു. അതിൽ ആ റാഗിംഗ് ആണ് കൂട്ടിക്ക് പറഞ്ഞു. അപ്പോൾ സാറിനോട് കംപ്ലൈന്റ് ചെയ്യുമ്പോൾ പറഞ്ഞപ്പോൾ എന്തായാലും പറയില്ലെന്നതും കൂടിയും പറഞ്ഞു. അങ്ങനെ എല്ലാവരും പാടെ തല്ലിയത്. അതിൽ അജീഷ് പറഞ്ഞൊരുത്തനാണ് ആദ്യം ഇടിവാളം എന്ത് ഉപയോഗിച്ചിട്ട് ഇവിടെ തല്ലി. ഇവിടെ ചെറിയ പൊട്ടലുണ്ട്. മകന്റെ മുഖത്തെ എല്ലുകൾക്ക് പൊട്ടലുണ്ടെന്നും സംഭവത്തിൽ നിയമപരമായി മുന്നോട്ടു പോകുമെന്നും പിതാവ് പറഞ്ഞു. കുടുംബത്തിന്റെ പരാതിയിൽ മണ്ണാർക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംഘത്തിന്റെ ദൃശ്യം ശേഖരിച്ച പോലീസ് 3 സീനിയർ വിദ്യാർത്ഥികളെ പ്രതി ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തു. അന്യായമായി തടഞ്ഞുവെച്ച് അപകടകരമായ ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേസ്. ന്യൂസ് 18 പാലക്കാട്. ക്ഷേത്രോത്സവങ്ങൾക്കും സ്റ്റേജ് ഷോ പരിപാടികളിലും ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലീസ് അതിൽ ഇടപെടാറുണ്ട്. എന്നാൽ അക്രമങ്ങൾക്ക് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരാണ് നേതൃത്വം നൽകുന്നതെങ്കിലോ പിന്നെ പ്രശ്നം പരിഹരിക്കാൻ അല്പം പാടുപെടേണ്ടി വരാം. തിരുവനന്തപുരം വെള്ളറടയിൽ പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടിയത് ഉത്സവാഘോഷത്തിനിടെയാണ്. സംഘർഷത്തിൽ SIക്കും ഒരു പോലീസുകാരനും ഉൾപ്പെടെ പരിക്കേറ്റു. SI അഭിജിത്ത്, പോലീസുകാരൻ ജസീം, ഡിവൈഎഫ്ഐ നേതാവ് പ്രദീപ് എന്നിവർ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ വെള്ളറട പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടുകൂടി വെള്ളറട ജംഗ്ഷനിൽ വെച്ചാണ് പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടിയത്. ചൂണ്ടിക്കൽ ശ്രീ ഭദ്രകാളി ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ച് വെള്ളറട ജംഗ്ഷനിൽ സഞ്ചരിക്കുന്ന ഗാനമേള സംഘടിപ്പിച്ചിരുന്നു. ഘോഷയാത്ര കഴിഞ്ഞും ജംഗ്ഷനിൽ തുടർന്ന ഗാനമേളയിൽ പങ്കുചേർന്ന് പ്രദേശവാസികൾ നൃത്തം ചെയ്തു. ഇത് തടയാൻ പോലീസ് എത്തിയതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായതെന്നാണ് ആരോപണം. നൃത്തം ചെയ്തുകൊണ്ടിരുന്ന ശ്യാം എന്ന യുവാവിനെ പോലീസ് പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ പാർട്ടി പ്രവർത്തകർ ഇടപെട്ടു. ക്ഷേത്രോത്സവത്തിനിടയിൽ പ്രശ്നമുണ്ടാക്കുന്നുവെന്നാരോപിച്ച് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നെല്ലിശ്ശേരി പ്രദീപ് വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. തുടർന്നുണ്ടായ വാക്കേറ്റം കയ്യാങ്കളി കലാശിച്ചു.
കഴിഞ്ഞ ശിവരാത്രി ദിനത്തിൽ ചാരുംകുഴി ലോകനാഥ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടയിലും കുന്നത്തുകാലിലെ ക്ഷേത്രത്തിലും ഇതേ പോലീസുകാർ ഉത്സവം അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചെന്നും പാർട്ടി പ്രവർത്തകർ ആരോപിക്കുന്നു. മർദ്ദനത്തിൽ പരിക്കേറ്റ SIയും പോലീസുകാരനും പാറശാല ആശുപത്രിയിൽ ചികിത്സ തേടി. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി പ്രദീപ് വെള്ളറട സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലും ചികിത്സയിലാണ്. സംഭവത്തിൽ പ്രദീപിനെതിരെയും കണ്ടാലറിയാവുന്ന 2 പേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. മോഷണം തുടർക്കഥയായതോടെ മനം മടുത്ത് ഇനി വീട് പൂട്ടില്ലെന്ന് തീരുമാനമെടുത്ത് വീട്ടുടമ. കണ്ണൂർ പയ്യന്നൂരിലെ റിട്ടയർഡ് അധ്യാപകൻ സത്യനാഥിൻ്റെ വീട്ടിലാണ് 5 തവണ മോഷണം നടന്നത്. 2002 ആദ്യ മോഷണം. കഴിഞ്ഞ ദിവസവും കള്ളൻ സ്വർണവും പണവും കവർന്നു. ഇതോടെയാണ് വാതിൽ തകർക്കുന്നത് ഒഴിവാക്കാൻ ഇനി വീട് പൂട്ടില്ലെന്ന് സത്യനാഥൻ തീരുമാനിച്ചത്. 5 മോഷണങ്ങളിലും പോലീസ് കേസെടുത്തെങ്കിലും പ്രതികളെ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചു. ഓരോ തവണ കള്ളൻ കയറുമ്പോഴും വാതിൽ തകർക്കുന്നത് വഴി ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉടമയ്ക്കുണ്ടാകുന്നത്. വാതിൽ തകർക്കുന്നത് ഒഴിവാക്കാൻ ഇനി മുതൽ വീട് പൂട്ടില്ലെന്നാണ് തീരുമാനം. 2002 മുതൽ തുടരുന്നതാണ് സത്യനാഥിന്റെ ദുരവസ്ഥ. 2002 മുൻവാതിൽ തകർത്ത് സ്വർണവും പണവും കവർന്നതോടെയാണ് ഈ വീട്ടിൽ മോഷണ പരമ്പര തുടങ്ങിയത്. പിന്നീട് പലപ്പോഴായി മോഷണം നടന്നപ്പോഴും മുൻവാതിൽ തന്നെയാണ് തകർക്കപ്പെട്ടത്. 3ാം തവണത്തെ മോഷണത്തിന് ശേഷം വീട്ടിൽ CCTV സ്ഥാപിച്ചെങ്കിലും അടുത്ത മോഷണത്തിൽ കള്ളൻ CCTV ഉപകരണങ്ങളും കടത്തിക്കൊണ്ടുപോയി. വാതിൽ അറ്റകുറ്റപ്പണി നടത്തി മടുത്ത വീട്ടുടമയോട് ഇനി വാതിൽ മാറ്റുകയല്ലാതെ വഴിയൊന്നുമില്ലെന്ന് ആശാരി പറഞ്ഞതോടെയാണ് പൂട്ട് വേണ്ടെന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. മുമ്പ് നടന്ന 4 മോഷണങ്ങളിലും കേസെടുത്തിരുന്നെങ്കിലും പ്രതികളെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. നമ്മുടെ പരിചയക്കാരനും നമ്മുടെ അടുത്ത ഒരു ഡോക്ടറുടെ ഭർത്താവുമായ സത്യൻ മാഷിൻ്റെ വീട്ടിൽ 5 തവണയായി കള്ളൻ കയറുന്നു. അവിടെയാണെങ്കിൽ അയാൾ താമസവുമില്ലാത്തത് കുറേ കാലമായി. എങ്കിലും കള്ളൻ നിരന്തരമായി അവിടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ തവണയൊക്കെയും സ്റ്റേഷനുമായി ബന്ധപ്പെട്ടൊരു കേസ് കൊടുക്കുകയും അതിന് നടപടിക്രമങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം കാണാൻ സാധിക്കുന്നില്ല. പരിസരവാസികൾക്കെല്ലാം ഇതിൻ്റെ പേരിൽ വലിയ ഭയപ്പെട്ടിട്ടാണ് ഇരിക്കുന്നത്. ന്യൂസ് 18 പയ്യന്നൂർ. തിരുവനന്തപുരം ചെങ്കോട്ടുകോണത്ത് ട്രിവാൻഡ്രം സ്കോട്ടിഷ് സ്കൂളിലെ ബസ്സുകൾ കത്തി നശിച്ചതിൽ ദുരൂഹത. 3 ബസ്സുകൾ പൂർണ്ണമായും 1 ബസ് ഭാഗികമായും കത്തി നശിച്ചു. സ്കൂൾ ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്ത ബസ്സുകൾക്ക് എങ്ങനെ തീപിടിച്ചു എന്നതിലാണ് സംശയമുയരുന്നത്. ബസ്സുകളാരോ കത്തിച്ചതെന്നാണ് സ്കൂൾ അധികൃതരുടെ പരാതി. സംഭവത്തിൽ കഴക്കൂട്ടം പോലീസ് കേസെടുത്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 2:45ഓടെയാണ് സ്കൂൾ വളപ്പിൽ വൻ തീപിടുത്തമുണ്ടായത്. ഗ്രൗണ്ടിൽ നിർത്തിയിട്ടിരുന്ന സ്കൂൾ ബസ്സുകൾക്കാണ് തീപിടിച്ചത്. 3 ബസ്സുകൾ പൂർണ്ണമായും 1 ബസ് ഭാഗികമായും കത്തിനശിച്ചു. സംഭവ സമയത്ത് ഒരു സെക്യൂരിറ്റി ജീവനക്കാരൻ മാത്രമാണ് സ്കൂളിലുണ്ടായിരുന്നത്. തീ ആളിക്കത്തുന്നത് കണ്ട സമീപവാസികളാണ് അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചത്. തുടർന്ന് കഴക്കൂട്ടം, ചാക്ക എന്നിവിടങ്ങളിൽ നിന്ന് അഗ്നിരക്ഷാസേന യൂണിറ്റുകളെത്തി തീ അണയ്ക്കുകയായിരുന്നു. ഉടൻ തന്നെ തീയണയ്ക്കാനായത് വലിയ അപകടം ഒഴിവാക്കി. അതേസമയം ബസ്സുകൾ ആരോ കത്തിച്ചതാണെന്നാണ് സ്കൂൾ അധികൃതരുടെ പരാതി. 2 വലിയ ബസ്സുകളും 1 ടെമ്പോ ട്രാവലർ മിനി ബസ്സുമാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. വലിയ ബസ്സുകളെല്ലാം ഒരുമിച്ചാണ് നിർത്തിയിട്ടിരുന്നത്. 1 ടെമ്പോ ട്രാവലർ മറ്റൊരു സ്ഥലത്തും പാർക്ക് ചെയ്തിരുന്നു. എന്നാൽ ടെമ്പോ ട്രാവലർ ബസ്സുകളിലേക്ക് ഇടിച്ചു കയറ്റിയ ശേഷമാണ് തീയിട്ടതെന്നാണ് പറയുന്നത്. സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചാൽ മാത്രമേ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. കഴക്കൂട്ടം പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് കോടതിയിൽ. 2ാമത്തെ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ടാണ്
രാഹുലിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹർജി നൽകിയത്. ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് പോലീസ് നീക്കം. പോലീസിന്റെ അപേക്ഷ പരിഗണിച്ച കോടതി രാഹുലിനോട് നേരിട്ട് ഹാജരാകണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ബംഗളൂരു സ്വദേശിനിയെ പീഡിപ്പിച്ചെന്ന രണ്ടാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് അനുവദിച്ച മുൻകൂർ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ അപേക്ഷ നൽകിയത്. ഈ മാസം 17-ന് രാഹുൽ തനിക്ക് വാട്സാപ്പ് കോൾ ചെയ്തതായി അതിജീവിത പോലീസിന് പരാതി നൽകിയതിനെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് ജാമ്യം റദ്ദാക്കണമെന്ന അപേക്ഷ കോടതിയിൽ സമർപ്പിച്ചത്. അപേക്ഷ ഫയലിൽ സ്വീകരിച്ച കോടതി ഈ മാസം 27-ന് അഭിഭാഷകൻ മുഖേനയോ നേരിട്ടോ ഹാജരാകണമെന്ന് രാഹുലിനോട് ആവശ്യപ്പെട്ടു. കേസിൽ ജില്ലാ കോടതി ജാമ്യം അനുവദിച്ചിരുന്നപ്പോൾ അതിജീവിതയെ സ്വാധീനിക്കുവാനോ ബന്ധപ്പെടാനോ പാടില്ലെന്ന വ്യവസ്ഥ വെച്ചിരുന്നു. രാഹുൽ ഇത് ലംഘിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചത്. 2023-ൽ വിവാഹ വാഗ്ദാനം നൽകി ഹോം സ്റ്റേയിലെത്തിച്ച് രാഹുൽ ബലാത്സംഗം ചെയ്തെന്ന് കാട്ടി പരാതി നൽകിയ ബംഗളൂരുവിൽ താമസിക്കുന്ന 23-കാരി കഴിഞ്ഞ ദിവസം നെടുമങ്ങാട് കോടതിയിൽ രഹസ്യമൊഴി നൽകിയിരുന്നു. ഈ മാസം 17-ാം തീയതി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെന്ന് കാണിച്ച് ബംഗളൂരു സ്വദേശിനിയായ അതിജീവിത പ്രത്യേക അന്വേഷണ സംഘത്തിന് പരാതി നൽകിയിട്ടുണ്ട്. രാഹുൽ വിളിച്ചപ്പോൾ ഫോൺ എടുത്തിരുന്നില്ലെന്നും SITക്ക് നൽകിയ പരാതിയിൽ യുവതി പറയുന്നു. കേസിൽ ജാമ്യം അനുവദിക്കുമ്പോൾ അതിജീവിതയെ നേരിട്ടോ അല്ലാതെയോ ബന്ധപ്പെടാൻ ശ്രമിക്കരുതെന്ന് കോടതിയുടെ കർശന നിർദ്ദേശമുള്ളതാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. തിരുവനന്തപുരം കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവിനെ തുടർന്ന് 2.5 വയസ്സുകാരി മരിച്ചതായി പരാതി. ആര്യനാട്ടെ സിദ്ദിഖ് ഫാസിലത്ത് ദമ്പതികളുടെ മകൾ ഐഷ ഫാത്തിമയാണ് മരിച്ചത്. ശ്വാസതടസ്സത്തെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ച കുഞ്ഞിന് കുത്തിവയ്പ്പിനെ തുടർന്നുണ്ടായ അസ്വസ്ഥതയാണ് മരണകാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. സംഭവത്തിൽ ആര്യനാട് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകൂ. ഇക്കഴിഞ്ഞ 18-ന് ഉച്ചയ്ക്ക് 2 മണിയോടെ കുഞ്ഞിന് തളർച്ചയും ശ്വാസതടസ്സവും കൺപോള തടിപ്പും അനുഭവപ്പെട്ടു. തുടർന്ന് ആര്യനാട് സർക്കാർ ആശുപത്രിയിൽ എത്തിച്ചു. പിറ്റേന്ന് വീണ്ടും പനിയും തളർച്ചയും ഉണ്ടായതോടെ കാട്ടാക്കട മമല ആശുപത്രിയിലും ചികിത്സിച്ചു. 20-ന് കൺപോള തടിപ്പിന് കാട്ടാക്കട ശ്രീനേത്ര ആശുപത്രിയിലും ചികിത്സ തേടി. ഞായറാഴ്ച രാവിലെ 11 മണിയോടെ കുഞ്ഞിന് വീണ്ടും തളർച്ചയും ബുദ്ധിമുട്ടും അനുഭവപ്പെട്ടതോടെ കാട്ടാക്കട മമല ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. അവിടെ ഡോക്ടർ പരിശോധിച്ച് രക്തവും മൂത്രവും സാമ്പിൾ എടുത്ത് പരിശോധനയ്ക്ക് അയക്കുകയും ചെയ്തു. ശ്വാസതടസ്സത്തിന് ആവി പിടിച്ച ശേഷം കുട്ടിക്ക് 2 ഇഞ്ചക്ഷൻ എടുത്തു. ഇഞ്ചക്ഷൻ എടുത്ത ശേഷം കുട്ടിയുടെ നില വഷളായതായാണ് കുടുംബം പരാതിയിൽ പറയുന്നത്. എന്നാൽ ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്നാണ് മമല ആശുപത്രിയിലെ ഡോക്ടർ അരുൺ വാര്യർ പ്രതികരിച്ചത്. ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ കുട്ടിക്ക് കടുത്ത ശ്വാസമുട്ടലുണ്ടായിരുന്നു. ആരോഗ്യനില വഷളായതിനെ തുടർന്ന് കുട്ടിക്ക് അഡ്രിനാലിൻ നൽകി. നെയ്യാർ മെഡിസിറ്റിയിൽ എത്തിച്ചപ്പോൾ കുട്ടിക്ക് നേരിയ പൾസ് ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. കോൺഗ്രസുകാരുടെ സൈബർ ആക്രമണത്തിനെതിരെ കോൺഗ്രസ് വനിതാ നേതാവിന്റെ പരാതി. ഷഹനാസാണ് പരാതി നൽകിയത്. ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് പരാതി എത്തിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പരസ്യ പ്രതികരണം നടത്തിയതിന് പിന്നാലെയാണ് ഷഹനാസിനെതിരെ രാഹുൽ അനുകൂലികൾ സൈബർ ആക്രമണം തുടങ്ങിയത്. കാറിന്റെ സൺറൂഫിൽ കുട്ടിയെ ഇരുത്തി അപകടയാത്ര. പാലക്കാട് സ്റ്റേഡിയം ബൈപ്പാസ് റൂട്ടിൽ ഇന്നലെ രാത്രിയാണ് സംഭവം. മറ്റൊരു വാഹനത്തിൽ വന്നയാളാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. വാഹനം ഓടിച്ചിരുന്നത് ആരെന്ന് വ്യക്തമല്ല.
ക്വാറിയിൽ നിന്നും കല്ല് തെറിച്ച് 2 പേർക്ക് പരിക്ക്. കോഴിക്കോട് കൊടിയത്തൂരിൽ തോട്ടുമുക്കം ദേവസ്വംകാട്ടിലെ കരിങ്കൽ ക്വാറിക്ക് സമീപമാണ് സംഭവം. തെക്കനാട്ട് ഷോജി തോമസിന്റെ തലയ്ക്കും ചക്കാലക്കൽ ജലീലിന്റെ കൈക്കും പരിക്കേറ്റു. ക്വാറിക്കെതിരെ നാട്ടുകാർ 24 ദിവസമായി പ്രതിഷേധത്തിലാണ്. തൊടുപുഴയിൽ വൻ MDMA വേട്ട. കഞ്ചാവും MDMAയുമായി യുവാക്കൾ എക്സൈസിന്റെ പിടിയിലായി. 39 ഗ്രാം MDMAയും 10 ഗ്രാം കഞ്ചാവും പിടികൂടി. തൊടുപുഴ സ്വദേശികളായ ഹാരിസ്, തോംസൺ, ജോയ് എന്നിവരെയാണ് എക്സൈസ് പിടികൂടിയത്. തെളിവുകളുടെ അഭാവത്തിൽ 2 പെൺകുട്ടികളെ വിട്ടയച്ചുവെന്ന് എക്സൈസ്. പാലക്കാട് സ്വദേശിനിയായ ഒരു വനിതാ സംരംഭകയുടെ ജീവിതത്തിന് പോരാട്ടത്തിൻ്റെയും കണ്ണീരിൻ്റെയും കഥ പറയാനുണ്ട്. ചെറിയ പ്രായത്തിൽ വിവാഹമോചിതയായ ശേഷം കുട്ടികളെ വളർത്തു വലുതാക്കാൻ വേണ്ടി വ്യവസായങ്ങൾ തുടങ്ങിയ യുവതി 2 മക്കൾക്കും മികച്ച വിദ്യാഭ്യാസം നൽകി. നല്ല നിലയിൽ മകളുടെ വിവാഹം നടത്തി. പിന്നീടാണ് ഈ വീട്ടമ്മ ജീവിതത്തിലെ ഒറ്റപ്പെടലിനെ കുറിച്ച് ചിന്തിച്ചത്. ഒടുവിൽ മക്കളുടെയും ബന്ധുക്കളുടെയും എല്ലാം നിർബന്ധത്തിന് വഴങ്ങി 40-ാം വയസ്സിൽ മറ്റൊരു വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു. അതിനായി മാട്രിമോണിയൽ സൈറ്റുകളിൽ പരസ്യം നൽകി. അങ്ങനെ ഒരാൾ വീട്ടമ്മയെ ഫോണിൽ ബന്ധപ്പെടുന്നു. 21-ാം വയസ്സിൽ വിവാഹമോചിതയായ ആ സ്ത്രീ അയാളോടൊപ്പമുള്ള പുതിയൊരു ജീവിതത്തെക്കുറിച്ച് സ്വപ്നം കണ്ടു തുടങ്ങി. കല്യാണത്തെക്കുറിച്ച് ചിന്തിച്ച നാളുകളിൽ തന്നെ ഇരുവരും കൂടുതൽ അടുത്തു. പലയിടങ്ങളിലും യാത്ര ചെയ്തു. ശരീരം വരെയും പങ്കുവച്ചു. പക്ഷെ 4-5 മാസങ്ങൾക്ക് ശേഷം അയാളെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ഫോൺ വിളിച്ചാൽ എടുക്കില്ല. പല കാരണങ്ങൾ പറഞ്ഞ് ഒഴിവാക്കാൻ തുടങ്ങി. വിശദമായി അന്വേഷിച്ചപ്പോഴാണ് അയാൾ തന്നെ ചതിക്കുകയായിരുന്നുവെന്ന് ആ സ്ത്രീ മനസ്സിലാക്കിയത്. വിവാഹ വാഗ്ദാനം നൽകി ചെറിയ നാളുകൾക്കിടെ 80-ലധികം തവണ ലൈംഗികമായി ചൂഷണം ചെയ്തു. താൻ നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് ആരോട് പറയാൻ കഴിയും? മക്കളും കുടുംബവും അറിഞ്ഞാൽ നാണക്കേട്. പോലീസിൽ പരാതി നൽകാൻ പോലും കഴിയാത്ത സാഹചര്യം. താൻ ചതിക്കപ്പെട്ടെന്ന് തിരിച്ചറിഞ്ഞ ആ സംരംഭക മരിക്കാൻ വരെയും തീരുമാനിച്ചു. എന്നാൽ കൗൺസിലിംഗ് സെൻ്ററിലെ മനഃശാസ്ത്രജ്ഞയുടെ ഉപദേശം അവരെ ആത്മഹത്യയിൽ നിന്നും പിന്തിരിപ്പിച്ച് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയാണ്. ഇതൊരൊറ്റപ്പെട്ടൊരു സംഭവമല്ല കേട്ടോ. ഇതുപോലെ മാട്രിമോണിയൽ സൈറ്റുകളിൽ വിവാഹമോചിതരായ സ്ത്രീകളെ ലക്ഷ്യമിട്ട് പല ചതിക്കുഴികളും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. വലിയ വിലയും നിലയുമുള്ള സ്ത്രീകളെയാണ് അവർ ഉന്നം വയ്ക്കുന്നത്. മാനഹാനി കാരണം ആരും പുറത്തു പറയില്ല. പോലീസിൽ പരാതിയും നൽകില്ല. ഈ വീട്ടമ്മയുടെ അനുഭവം മറ്റാർക്കും ഇനി ഉണ്ടാകരുത്. ഇതുപോലുള്ള ചതിയന്മാരെ സൂക്ഷിക്കണമെന്ന മുന്നറിയിപ്പോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാവുന്നു. നമസ്കാരം.